ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സച്ചിക്കും രേവതിക്കും 5 ലക്ഷം രൂപ ചന്ദ്ര തന്നെ കൊടുക്കണമെന്നാണ് രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അടുത്ത് സഹായത്തിനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ശ്രുതി ഇപ്പം എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഇളയച്ചനോടൊക്കെ ചോദിക്കാനായിട്ട്. ഇളയച്ചനെ വിളിച്ചാൽ കിട്ടത്തില്ല, ഏത് കൺട്രിയിലാണ് ഇപ്പോൾ ഇളയച്ചനുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ശ്രുതി അപ്പോഴേക്കും ചന്ദ്ര പറയണ്ടേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ മലേഷ്യയിലോട്ട് തന്നെ പോകാം മോളേന്ന്. അപ്പോൾ അത് കേട്ട് ശ്രുതി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ശ്രുതി ഓരോ മുടക്കങ്ങളൊക്കെ പറഞ്ഞ് ഈ വിഷയം എങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ആൻറ്റി, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. 3-4 മാസമെങ്കിലും എടുക്കും ജയിലിൽ കിടക്കുന്ന അച്ഛനെ കാണാനായിട്ട്. കാരണം അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും അത്ര എളുപ്പമല്ല എന്നൊക്കെ ശ്രുതി പറയാൻ നോക്കിയാണ്. അപ്പം അതൊന്നും വകവയ്ക്കാൻ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നമുക്ക് എന്തായാലും മലേഷ്യക്ക് പോകാം, എന്നിട്ട് നിന്റെ അച്ഛനോട് പൈസ ചോദിക്കാം, എന്നിട്ട് നിന്റെ അച്ഛനെ കണ്ടിട്ട് തിരിച്ചു വരാമല്ലോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ പണി വാളും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ശ്രുതി അടുത്ത അടവ് ഇറക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പം അച്ഛനെ കാണാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ആ കേസിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് നമ്മളെയും കൂടി പിടിച്ച് ജയിലിലിടും ആൻറ്റി. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അയ്യോ നമ്മളെയും പിടിച്ച് ജയിലിലിടുവോ? അയ്യോ അമ്മേ, എന്നെ നമുക്ക് മലേഷ്യയിലോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് ശ്രുതി തന്നെ അവർ തടസ്സം പറയുകയാണ്. പിന്നെ എന്ത് ചെയ്യും ഞാൻ? ഈ കാശ് എങ്ങനെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മ 5 ലക്ഷത്തിന്റെ ബാധ്യത ഇവരുടെ തലയിലേക്ക് ഇടുമോ എന്ന് ശ്രുതിക്ക് നല്ല പേടിയുണ്ട്. ചന്ദ്ര ഓരോന്ന് പറയുമ്പോഴും ശ്രുതിയും കൂടെ അതിനൊക്കെ മുടക്കം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവസാനം അവരുടെ കട്ടലിൽ ഇരുന്നുകൊണ്ട് തന്നെ ചന്ദ്ര വിഷമിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വിഷമിച്ച് ശ്രുതിയുടെയൊക്കെ കട്ടലിൽ ഇരിക്കുന്ന ചന്ദ്രമതിയോട് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട, ആൻറ്റിക്ക് ആ കാശ് ഞാൻ റെഡിയാക്കി തരാം എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതി. മോള് വിചാരിച്ചാൽ നടക്കുമോ? മോൾ ആ കാശ് റെഡിയാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. അതെ ആൻറ്റി, തൽക്കാലത്തേക്ക് ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 ലക്ഷം രൂപ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരാം. പക്ഷേ ആ മോഷണം പോയ രൂപ അതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മോളെ ആ 3 ലക്ഷം രൂപ മതി, ആ പൈസ എനിക്ക് തന്നാൽ മതി. ബാക്കി 2 ലക്ഷം രൂപയുടെ കാര്യമല്ലേ, അത് നമുക്ക് വഴിയുണ്ടാക്കാം. അത് ബാമയുടെ വീട്ടിൽ നിന്ന് ആരാ എടുത്തോണ്ട് പോയെന്ന് വെച്ചാൽ അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം, പോലീസുകാർ തന്നെ കണ്ടുപിടിക്കട്ടെ ആ കാശ് ആരാ കട്ടോണ്ട് പോയെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ചു പോവുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ആൻറ്റി, കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട, അതൊക്കെ വേറെ പ്രശ്നമാകുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല മോളെ, അത് വേറെ എന്ത് പ്രശ്നമാകാനാ? ആ കാശ് എടുത്ത ആളെ കണ്ടുപിടിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് പോലീസുകാരുടെ സഹായം നമുക്ക് ആവശ്യമാണെന്നൊക്കെ തന്നെ ചന്ദ്ര പറയുകയാണ്. എന്തായാലും മോള് പെട്ടെന്ന് 3 ലക്ഷം രൂപ റെഡിയാക്കിയിട്ട് എനിക്ക് തരണേന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചന്ദ്ര അവിടുന്ന് പോകുന്നുണ്ട്. തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയ മട്ടിൽ ചന്ദ്ര അവിടുന്ന് പോയതിനു ശേഷം ശ്രുതിയെ വഴക്ക് പറയുകയാണ് കേട്ടോ. നീ എന്താ ശ്രുതി ഇങ്ങനെ പറഞ്ഞത്? എന്ത് കണ്ടിട്ടാ നീ അമ്മയ്ക്ക് 3 ലക്ഷം രൂപ കൊടുക്കാന്നൊക്കെ പറയുന്നത്? അമ്മ ഓരോന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയത് കണ്ടില്ലേ? അതുപോലെ നിനക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി കൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി. നീ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു, അതിന് നമ്മുടെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശ്, നമ്മളത് കൊടുക്കേണ്ട എന്ത് കാര്യം ഇരിക്കുന്നു എന്നിങ്ങനെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, നമ്മുടെ കയ്യിൽ നീലിമ തന്ന കാശില്ലേ, അതിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപ എടുത്ത് അമ്മയ്ക്ക് കൊടുക്കാന്ന് പറയുകയാണ് ശ്രുതി. ശ്രുതി ഉടനെ പറയുന്നുണ്ട്, എന്റെ പൊന്നു ശ്രുതി, നീലിമ തന്ന കാശൊക്കെ എപ്പോഴേ ചിലവായി. ശ്രുതി ഇത് കേൾക്കുമ്പോഴേക്കും ആകെ ഷോക്കായി നിൽക്കുകയാണ്. ശ്രുതി എന്തൊക്കെയാ ഈ പറയുന്നത്? ആ പൈസ ചെലവായി പോയെന്നോ? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അതേന്നെ, നമ്മൾ ആ പാർട്ടി നടത്തിയില്ലേ, ആ പാർട്ടി നടത്തിയപ്പോൾ തന്നെ എന്റെ കയ്യിലുള്ള പൈസയെല്ലാം കാലിയായി, ഇനി എന്റെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലാന്ന് പറയുകയാണ് ശ്രുതി. ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, ഇതെന്താ എന്നോട് നേരത്തെ പറയാഞ്ഞത്? ഇനി ആന്റിക്ക് ഞാൻ കാശ് എവിടെ നിന്ന് എടുത്തു കൊടുക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയുകയാണ്, നീയല്ലേ ഏറ്റത്, അപ്പൊ നീ തന്നെ ആ കാശ് അമ്മയ്ക്ക് കൊടുക്കണം, തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ശ്രുതി പറഞ്ഞ് ഒഴിവാകുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ശ്രുതി എനിക്ക് മേടിച്ചു തന്ന ആ മാലയില്ലേ, ആ മാല ഞാനങ്ങ് വിൽക്കാൻ പോവാന്ന് പറയുകയാണ് ശ്രുതി. എന്ത്, മാല വിൽക്കാനോ? അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോഴും അല്ലാതെ വേറെ വഴിയില്ല നമ്മുടെ മുമ്പിൽ, ശ്രുതിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പം ശ്രുതി വേറെ ഒരെണ്ണം മേടിച്ചു തന്നാൽ മതിയെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ശ്രുതി മീരയെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. ഈ വിശേഷങ്ങളെല്ലാം തന്നെ മീരയോട് പറയുകയാണ് ശ്രുതി. ഞാൻ ഇനി എന്ത് ചെയ്യും മീരെ, എൻ്റെ കയ്യിൽ പൈസ ഒന്നും നിൽക്കുന്നില്ല, എല്ലാം ഇങ്ങനെ ചെലവായി പോയിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, നീ ചെയ്യുന്നതൊക്കെ നിനക്ക് തന്നെയാണല്ലോ ശ്രുതി ഭാര്യയായിട്ട് വരുന്നത്. കർമ്മ എന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന എന്താണോ അതിന്റെ കർമ്മം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, ആകെ എനിക്ക് പേടിയാകുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മീര പറയുന്നുണ്ട്, അല്ല ശ്രുതി, ഇപ്പൊ മാല വിട്ടിട്ട് 3 ലക്ഷം രൂപ ആന്റിക്ക് കൊണ്ട് കൊടുക്കാനല്ലേ? അപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചില്ലല്ലോ. ആ മോഷണം പോയ 2 ലക്ഷം രൂപ അതിന്റെ പിന്നാലെ എല്ലാരും പോവുകയല്ലേ? ആ മോഷണം പോയ 2 ലക്ഷം രൂപ അതെന്തായാലും കണ്ടുപിടിക്കാതിരിക്കില്ലല്ലോ.
അത് കണ്ടുപിടിക്കാനായിട്ട് ആൻറ്റി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യും, നീ കുടുങ്ങുകയും ചെയ്യും. എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന്. ഇനിയിപ്പോൾ മോഷണം പോയ പൈസ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മീര ചോദിക്കുക, തിരിച്ചു കിട്ടിക്കഴിഞ്ഞാലോ? അതെങ്ങനെ തിരിച്ചു കിട്ടും? ആ പൈസ വേറെ എവിടെയെങ്കിലും മറന്നു വെച്ചതാണെന്ന് ബാമാൻ്റെ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. വെച്ച സ്ഥലം മറന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരും. പോലീസും ഇല്ല, കേസും ഇല്ല, ആ പ്രശ്നം അങ്ങനെ തീരുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി. അപ്പൊ മീര ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ നീ എന്ത് ചെയ്യാൻ പോവാ? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, 2 ലക്ഷം രൂപ ഞാൻ ബാമാൻ്റെ ഇടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാന്ന് പറയാട്ടോ. പിന്നെ മീര ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ ആ കാശ് എന്ത് പറഞ്ഞ ബാമാൻ്റെ ഇടയിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? ബാമാൻ്റെക്ക് സംശയം ആകില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിനൊക്കെ ഞാനൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശ്രുതി മനസ്സിൽ കണ്ടിരിക്കുന്ന പ്ലാനൊക്കെ മീരയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രുതി നേരെ ബാമയുടെ വീട്ടിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ശ്രുതിയെ കാണുമ്പോഴേക്കും തന്നെ ബാമ ചോദിക്കുന്നുണ്ട്, ആഹാ മോളെന്താ ഇപ്പം ഇവിടെ? മോള് വീണ്ടും എനിക്ക് ഹെഡ് മസാജ് ചെയ്ത് തരാനായിട്ടാണോ വന്നത്? അന്ന് മോള് കുറച്ചു നേരമെങ്കിലും എനിക്ക് ഹെഡ് മസാജ് ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ശ്രുതിയെ പുകഴ്ത്തി പറയുകയാണ് ബാമ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഞാൻ അതിനൊന്നും വന്നതല്ല. ഇപ്പം ഞാനതിന് ഭയങ്കര സ്ട്രെസ്സിലാണ്. വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഞാൻ സത്യങ്ങളൊക്കെ സച്ചിയോട് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു അല്ലേ മോളെ എന്നിങ്ങനെ ബാമ ശ്രുതിയോട് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ ആൻറ്റി, വീട്ടിലിപ്പം അത് വലിയ പ്രശ്നമായിരിക്കുക. നേരത്തെ ആർഗ്യുമെൻ്റ് ആയിരുന്നു. ഇപ്പൊ അങ്കിള് തന്നെ ആന്റിയോട് ആ 5 ലക്ഷം രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ച് സച്ചിക്കും ദേവതയ്ക്കും തിരികെ കൊടുക്കണമെന്നാ പറയുന്നത്. ബാമ ഉടനെ ചോദിക്കുന്നുണ്ട്, അയ്യോ 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപ അവൾ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും? അവളുടെ കയ്യിൽ അതിന് അത്രയും കാശ് കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാമ. അപ്പോഴേക്കും ശ്രുതി ഒരു കള്ളസങ്കടമൊക്കെ കാണിച്ച് ബാമയുടെ മുമ്പിൽ ഒന്ന് അഭിനയിച്ച് തകർക്കുകയാണ്. ആന്റി, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതേ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാമാൻ്റെ ഇപ്പൊ കാണാൻ വന്നതെന്നൊക്കെ തന്നെ ശ്രുതി പറയുകയാണ്. അപ്പൊ ബാമ ചോദിക്കുന്നുണ്ട്, അതിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്ന്. നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു. ഇപ്പൊ ആ പ്രശ്നം വലുതായിട്ട് ആളിക്കെത്തിക്കൊണ്ടിരിക്കുക. ഈ പ്രശ്നത്തിന്റെ പേരിൽ അങ്കിൾ ആന്റി ഉപേക്ഷിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുകയാണ് ശ്രുതി. അപ്പൊ ബാമ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നീ പറഞ്ഞു വരുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെ ബാഗിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്ത് ബാമയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ബാമ ചോദിക്കും, മോളെ ഇതെന്താ, ഈ കാശ് എന്തിനാ മോളെ എൻ്റെ കയ്യിൽ തരുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആന്റി ഈ കാശ് മേടിക്കണം. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് വിറ്റിട്ടാണ് ഈ കാശുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ശ്രുതി. അപ്പൊ ബാമ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ സ്വർണ്ണമൊക്കെ വിറ്റത്? ഈ പൈസ മോൾ എന്തിനാ എനിക്ക് തരുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ കൂട്ടി വെച്ചിരുന്ന പ്ലാൻ എല്ലാം തന്നെ ബാമയോട് പറയുകയാണ്. ബാമാൻറ്റി, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കാണാതെ പോയ 2 ലക്ഷം രൂപയില്ലേ, ആ കാശ് തിരികെ കിട്ടിയെന്ന് ബാമാൻറ്റി തന്നെ ആന്റിയെ വിളിച്ച് പറയണം. അത് ഡ്രസ്സിൻ്റെയൊക്കെ പുറകെ പോയി കിടക്കുകയായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. കാശ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ആ കാശ് കാണാതെ പോയെന്നൊക്കെ ഞാൻ പറഞ്ഞെന്നൊക്കെ ഉള്ളത് ആന്റി തന്നെ ബാമാൻറ്റിയെ വിളിച്ച് പറയണമെന്നൊക്കെ പറയുകയാണ്. ഈ പ്രശ്നത്തിന് ഇത് മാത്രമേ ഉള്ളൂ ഒരു വഴി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ആ പൈസ ബാമയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ബാമ പറയുന്നുണ്ട്, മോളെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ പൈസ എന്തായാലും അവളുടെ കയ്യിൽ എത്തിച്ചേരാൻ പാടില്ലാത്ത പൈസയായിരുന്നു. ആ പൈസ മോഷണം പോവുകയും ചെയ്തു. ആ കുറ്റം രേവതിയുടെ തലയിൽ വരികയും ചെയ്തു. രേവതി അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും മോൾ ഈ കാശ് തരേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ബാമ ചോദിക്കുകയാണ്. ശ്രുതി അപ്പോൾ ഭയങ്കര വിഷമത്തിൽ തന്നെ പറയുന്നുണ്ട്, ആ മോഷണം പോയ പൈസ കാരണമാണ് വീട്ടിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ നടക്കുന്നത്. രേവതി എന്തായാലും പൈസ എടുത്തിട്ടില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ആ കാശ് മോഷ്ടിച്ചുകൊണ്ട് പോയ ആളെ എന്തായാലും കാശ് തിരികെ കൊണ്ട് തരാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ ഈ കാശ് ആ നഷ്ടപ്പെട്ട പൈസയാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ രേവതിയുടെ തലയിൽ വീണ ആ കുറ്റം അങ്ങോട്ട് പോയി കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല അങ്കിളിന്റെയും ആന്റിയുടെയും ഇടയിലുള്ള വഴക്കും മാറും. ഞങ്ങളുടെ വീട്ടിലെ സമാധാനം സന്തോഷം വന്ന് ചേരും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ച് സങ്കടത്തോടെ പറയുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ്. ഭാമയാണെങ്കിൽ ശ്രുതിയുടെ ഈ ഒരു അഭിനയത്തിന് മുമ്പിൽ അങ്ങ് വീണ് പോവുകയാണ്. എന്ത് നല്ല മനസ്സാ മോളെ നിന്നെ പോലുള്ള മരുമക്കളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏതൊരു അമ്മമാരും ആഗ്രഹിക്കുന്നത്. ചന്ദ്ര അക്കാര്യത്തിൽ ഭാഗ്യവതിയാ. നിന്നെപ്പോലെ നല്ല മനസ്സുള്ള ഒരു മോളെ തന്നെ അവൾക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഈ കാശ് എന്തായാലും ആന്റി ചന്ദ്രാന്റിയെ വിളിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടുന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആന്റി വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ തന്നതാണെന്ന് ഒരിക്കലും പറയരുത്. ഞാനാണ് ഈ കാശ് ഇവിടെ കൊണ്ട് തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. ആന്റി ആരോടും അത് പറയുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ ആന്റി പറയാവുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ശരി മോളെ, ഞാൻ അതുപോലെ തന്നെ പറയുള്ളൂ. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് നിന്നെപ്പോലെ നല്ല സ്വഭാവമുള്ള ഒരു മരുമകളെ കിട്ടിയാൽ മതി എന്നൊക്കെ ബാമ ഇങ്ങനെ പറയാട്ടോ. എന്തായാലും ശ്രുതി ആ കാശ് ബാമയുടെ കൊടുത്ത് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചന്ദ്രോദയത്തിൽ സച്ചി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ജോലി അന്വേഷിക്കുന്നുണ്ടല്ലേ എന്നിങ്ങനെ. നിന്നോട് ഇത് ആര് പറഞ്ഞു? അച്ഛൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളാ പറഞ്ഞ് അച്ഛൻ ഒരു ജോലി അന്വേഷിച്ച് നടക്കുവാണെന്നൊക്കെ. എന്താ അച്ഛാ ഇത്? ഞങ്ങളൊക്കെ ഇല്ല അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ. ഈ 35 വർഷം അച്ഛൻ കഷ്ടപ്പെട്ടതല്ലേ.
ഇനി കുറച്ച് ദിവസം അച്ഛൻ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ സച്ചി രവീന്ദ്രനോട് പറയുക കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് അതുകൊണ്ടൊന്നും അല്ലടാ, എനിക്ക് വീട്ടിലിരുന്ന് ആകെ മടുപ്പായി. ചെറുതായിട്ട് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സമയം പോകുമല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തു. അതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, അതേ അച്ഛൻ ജോലിക്കൊന്നും പോകണ്ട. അച്ഛന് 3 ആമക്കളില്ലേ, ഇനി അവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അച്ഛൻ വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ പറയുകയാണ് രേവതി. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഇരുന്ന് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ചെറുതായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സമയം പോകുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പിന്നെയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അച്ഛന് നേരം പോകാത്തതാണ് ഇപ്പൊ വിഷയം. നേരം പോകാൻ വേണ്ടി അച്ഛന് ഇഷ്ടമുള്ള കാര്യം എന്തെങ്കിലും അച്ഛൻ ചെയ്യുക. രാവിലെ വോക്കിങ്ങിന് പോകാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് വായിക്കുകയോ, അങ്ങനെ എന്തെല്ലാം ചെയ്യാനുണ്ട് നേരം പോകാനായിട്ട്. അങ്ങനെ എന്തൊക്കെ ചെയ്യാം നേരം പോകാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അച്ഛൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. അച്ഛൻ എന്തായാലും ഇനി ജോലിയൊന്നും അന്വേഷിക്കേണ്ട, ജോലിക്ക് പോവുകയും വേണ്ട, ഇനി റെസ്റ്റ് എടുക്കാനുള്ള പ്രായമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നെക്കാൾ പ്രായമുള്ള എത്രയോ പേര് ഇപ്പോഴും ജോലി എടുത്ത് ജീവിക്കുന്നുണ്ട് മോനെ. പിന്നെ ഞാനിതിനെ ഏത് സമയത്തും വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, അത് പിന്നെ അത് അവരുടെ സാഹചര്യം കൊണ്ടല്ലേ അവര് പോകുന്നത്. വീട്ടിലെ കഷ്ടപ്പാടും പിന്നെ അവരെ നോക്കാനും ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരൊക്കെ ജോലിക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ അച്ഛന് 3 ആമക്കളില്ലേ, അവരൊക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അച്ഛൻ ഇന്ന് ജോലിയൊന്നും അന്വേഷിക്കേണ്ട, ജോലിക്ക് പോവുകയും വേണ്ട, അച്ഛൻ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് രണ്ടുപേരും. ഇതെല്ലാം കേട്ടോണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അല്ല, രവിയേട്ടൻ ഇപ്പൊ ജോലിക്ക് പോയെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്ര. രവിയേട്ടന് പോകാൻ ഇഷ്ടമാണെങ്കിൽ രവിയേട്ടൻ പൊയ്ക്കോട്ടെ, രവിയേട്ടനും എന്തെങ്കിലും ജോലിക്ക് പോകുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും സജ്ജി പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ സമ്പാദിക്കുന്നുണ്ടല്ലോ, അത് മതി. അച്ഛനെ ഇത്ര നാളും കഷ്ടപ്പെട്ടതാ, ഇനി അച്ഛൻ റെസ്റ്റ് എടുക്കേണ്ട സമയമാ. അച്ഛന് വേണ്ടതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ ഞങ്ങൾ 3 ആമക്കളുണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ സജ്ജി. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ കുറെ സമ്പാദിച്ചു, ഈ വീട്ടിൽ ആകെ കൈ നിറയെ സമ്പാദിക്കുന്നത് എന്റെ സുതി മാത്രമാണെന്ന് തള്ളിവിടുകയാണ് ചന്ദ്ര. അപ്പോഴേക്കും സച്ചി വിട്ടുകൊടുക്കുക. സച്ചി ഉടനെ തന്നെ വീണ്ടും സുതി 50 ലക്ഷം കട്ടുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് പറയുകയാണ് കേട്ടോ. ഈ സമയത്താണ് ശ്രുതി അകത്തേക്ക് കയറി വരുന്നത്. ശ്രുതി കയറി വന്നിട്ട് ചന്ദ്രയോട് ശ്രുതി എവിടെ ആന്റി എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ ശ്രുതി റൂമിലുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി 2-3 സ്ഥലത്ത് പറഞ്ഞു വെച്ചതേ ഉള്ളൂ, അവര് വിളിക്കട്ടെ, എന്തെങ്കിലും ഒരു ജോലി റെഡിയാകുവാണെങ്കിൽ പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ എന്ന് പറയുകയാണ് രവീന്ദ്രൻ. പിന്നെ ശ്രുതി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ ചെന്നതിന് ശേഷം ഇതിലേക്ക് ചെന്നിട്ട് ബാഗിൽ നിന്ന് 3 ലക്ഷം രൂപ എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, ശ്രുതി ഇത് എന്തുവാ നീ കാണിക്കുന്നത്? ഇതിന്റെ വല്ല ആവശ്യവും നമുക്കുണ്ടോ? നമ്മൾ എന്തിനാ ഈ കാശ് കൊടുക്കുന്നേ? ശ്രുതി ഉടനെ പറയുന്നുണ്ട്, എന്റെ ശ്രുതി, ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, എങ്കിലല്ലേ നമുക്ക് മനസ്സമാധാനത്തോടെ നമ്മുടെ ബിസിനസ് ഒക്കെ നോക്കാൻ പറ്റുള്ളൂ. എന്നും ഇവിടെ ഇങ്ങനെ അടിയും ബഹളവും വഴക്കും ഒക്കെ ആയിട്ടിരുന്നാൽ എങ്ങനെയാ? എന്തായാലും ശ്രുതി ഒരു കാര്യം ചെയ്യും, ഈ കാശ് കൊണ്ടുപോയി ആന്റിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു പറയുകയാണ്. ശ്രുതി ആ പൈസ കൊണ്ടുപോയി ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, കിട്ടിയോ കാശ്? ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ കിടന്ന് ഇത്രയും ബഹളമൊക്കെ ഉണ്ടായത്? നീ അവരുടെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കട ഈ കാശ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി ആ കാശുമായിട്ട് സച്ചിയുടെ മുമ്പിലേക്ക് വന്നിട്ട് സച്ചിയുടെ നേരെ നീട്ടുകയാണ്. സച്ചി ഉടനെ രവീന്ദ്രനെ നോക്കിയാട്ടോ. രവീന്ദ്രൻ പറയുന്നുണ്ട്, മേടിക്കടാ, നിങ്ങളുടെ കാശ് തന്നെയല്ലേ, അത് മേടിക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ 3 ലക്ഷം രൂപ മേടിക്കുകയാണ്. സച്ചി കാശ് മേടിച്ച് കഴിയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇനിയെങ്കിലും എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാമല്ലോ. എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ, ഞാൻ വിചാരിച്ചില്ലേ ലക്ഷങ്ങൾ ഇനിയും ഇവിടെ പറന്നെത്തും. എന്റെ മോനും മരുമോള് ലക്ഷങ്ങളിട്ടാ കളിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ തന്നെ ചന്ദ്ര അങ്ങ് തട്ടിവിടുകയാണ് കേട്ടോ. അപ്പൊ സച്ചിൻ രേവതിയും കാശ് മേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ചന്ദ്രയുടെ ഫോണിലേക്ക് ഒരു കോളും വരുന്നുണ്ട്. വേറെ ആരുമല്ല, അത് നമ്മുടെ ഭാമയാണ് വിളിക്കുന്നത്. ഭാമ വിളിച്ചിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, മോഷണം പോയ പൈസ തിരിച്ചു കിട്ടിയെന്നും അത് അലമാരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും എന്റെ നോട്ടക്കുറവ് കൊണ്ടാണ് ഞാനത് കാണാഞ്ഞെന്നും എന്നൊക്കെയുള്ള രീതിയിൽ ശ്രുതി പറഞ്ഞു കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഭാമ വിളിച്ച് പറയുകയാണ് ചന്ദ്രയോട്. ചന്ദ്രയ്ക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ചന്ദ്രയുടനെ ഭാമയുടെ നേരെ തട്ടി കയറുകയാണ്. എന്താ ഭാമ നീ പറയുന്നത്? നീ നേരത്തെ പറഞ്ഞത് ഈ കാശ് അവിടെ കാണുന്നില്ല എന്നൊക്കെയല്ലേ? നീ മര്യാദയ്ക്ക് എല്ലാം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോ നീ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ പൈസ കിട്ടിയെന്നാണോ വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഭാമയെ ചീത്ത വിളിക്കുന്നുമുണ്ട്. അന്നേരം ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. വർഷയും ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ സച്ചി പറയുന്നുണ്ട്, ഭാമാന്റിയാ വിളിക്കുന്നത്, ആ മോഷണം പോയ പൈസയില്ലേ അത് കിട്ടിയെന്നാ തോന്നുന്നേ, എന്തായാലും ഫോൺ വെക്കട്ടെ എന്നിട്ട് നമുക്ക് ചോദിക്കാന്ന് സച്ചി പറയുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആ കാശ് തിരിച്ചു കിട്ടിയെന്ന്. ആന്റി രേവതി ചേച്ചി അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ ആ 2 ലക്ഷം രൂപയാണോ തിരിച്ചു കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വർഷ. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, അതിന് ഞാനല്ലല്ലോ, ഭാമയല്ലേ രേവതി ആ കാശ് എടുത്തെന്ന് പറഞ്ഞത്.
ഞാനല്ലല്ലോ ഭാമിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ആ കാശ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞിട്ട് നലവനിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും സച്ചി വിട്ടുകൊടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അന്ന് ഈ കാശിന്റെ പേരില്ല നിങ്ങൾ എന്തൊക്കെയാ രേവതിയെക്കുറിച്ച് പറഞ്ഞത്? രേവതിയെ മാത്രമല്ലല്ലോ, രേവതിയുടെ വീട്ടുകാരെ വരെ നിങ്ങൾ അപമാനിക്കുകയല്ലേ ചെയ്തത്. അതിനൊക്കെ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും കാശ് കിട്ടിയല്ലോ, നിങ്ങൾ തന്നെ ബാമയുടെ കയ്യിൽ നിന്ന് കാശ് പോയി മേടിച്ചോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും കാശ് മേടിക്കും. പക്ഷേ എൻ്റെ രേവതിക്കുണ്ടായ അപമാനവും അവൾക്കുണ്ടായ വേദനയൊക്കെ അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ വർഷയും ശ്രീകാന്തും സച്ചി പറയുന്നതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും അമ്മ അത് വിശ്വസിച്ചില്ല. ഇപ്പം എന്തായി? ക്യാഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് നോക്കാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എന്നിങ്ങനെ ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്. രവീന്ദ്രനും ഇതേ ചോദ്യങ്ങൾ തന്നെ ചന്ദ്രയോട് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അതാരും ചോദിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാഗത്ത് എന്ത് ന്യായവാ ചന്ദ്രയെ ഉള്ളത്? നീയാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വേർതിരിവ് കാണിക്കുന്ന ആള്. എല്ലാവരെയും വേർതിരിച്ച് കാണുന്നതും നീ തന്നെയാ. നിന്നോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് ചോദ്യം? രവിയേട്ടൻ ചോദിക്കുക എന്നിങ്ങനെ പറയുക. അന്ന് രേവതി മാത്രമേ ആ വീട്ടിൽ വന്നു പോയുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത്? അന്നത്തെ ദിവസം ശ്രുതിയും ആ വീട്ടിൽ വന്നായിരുന്നല്ലോ. ആണല്ലോ, ശ്രുതി അന്നത്തെ ദിവസം അവിടെ വന്നു. അന്ന് നിങ്ങൾ 3 പേരും ഒന്നിച്ചാ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. അത് ഓർമ്മയുണ്ടോ എന്ന് എന്നെ ചോദിക്കുക. അന്ന് ശ്രുതി അവിടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള എന്തോ ഫുഡൊക്കെ ആയിട്ടാ വന്നത്. അത് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. എന്താ രേവതിയെ മാത്രം സംശയിച്ചത്? അവളൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടാണോ? ശ്രുതിയും ആ വീട്ടിൽ അന്നത്തെ ദിവസം വന്നായിരുന്നല്ലോ. അവളെ എന്താ നീ സംശയിക്കാതെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ശരിയാണല്ലോ, ശ്രുതിയും ആ വീട്ടിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്രുതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ശ്രുതിക്ക് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യേണ്ട എന്താവശ്യമുള്ളേ? ശ്രുതി വിചാരിച്ചാൽ ലക്ഷങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എന്തിനാ ശ്രുതി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? രേവതിയുടെ കാര്യം അങ്ങനെയാണോ? അവളൊരു ദാരിദ്ര്യവാസി പെണ്ണല്ലേ? അവളൊരു ദാരിദ്ര്യം പിടിച്ച പെണ്ണല്ലേ? ഈ പൂ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എന്താകാനാ? പോരാത്തതിന് അവരുടെ കുടുംബം തന്നെ കള്ളന്മാരുടെ കുടുംബമല്ലേ? അവളുടെ അനിയൻ കാണിച്ചത് കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ രേവതിയെ സംശയിച്ചത്. അതിലിപ്പോൾ വലിയ തെറ്റൊന്നും ഇല്ലാന്നൊക്കെ തന്നെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും രേവതിയോടുള്ള ഒരു വെറുപ്പും വിദ്വേഷവും അത് ചന്ദ്രമതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സച്ചിക്ക് നല്ല സംശയം ആവുന്നുണ്ട്. സച്ചി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പാർലറേട്ടത്തി എന്തിനാ അന്ന് അവിടെ പോയത് എന്ന് പറഞ്ഞ കാശ് ഇതേ ഇപ്പൊ കിട്ടിയെന്ന് പറയുന്നു. 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ശ്രുതിയും കൂടി ഇപ്പം അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു രഹസ്യം ഉണ്ടെന്നുള്ളത് നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സംശയം തന്നെ നമ്മുടെ രവീന്ദ്രന്റെ മനസ്സിലുണ്ട്. അങ്ങനെ എല്ലാവരും ശ്രുതിയെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അധികം വൈകാതെ തന്നെ ശ്രുതിയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യങ്ങളെല്ലാം സച്ചി തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും